അത് ഇയാൾ പറയുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദല്ലേ? യുദ്ധത്തിലാണോ ഷഹീദായത്? അദ്ദേഹം ഷഹീദാകുന്ന മദീന പള്ളിയിൽ ഇമാമുക്കുമ്പോഴാ. ആരാ അദ്ദേഹത്തെ കുത്തിയത്? അബൂ ലുഅ്ലുഅത്തുൽ മജൂസി. അബൂ ലുഅ്ലുഅത്തുൽ മജൂസിന്റെ ഖബർ എവിടെ അറിയാം? ഇറാനിലാണ്. ആ ഖബറിനെ ചെന്ന് സന്ദർശിക്കുകയും സിയാറത്ത് ചെയ്യുകയും ഇസ്തിഹാസ ചെയ്യുകയും ചെയ്യുന്ന ടീമാണ് ഇറാനിലെ ഷിയാക്കൾ. ആ ഷിയാക്കളെ നേതാവാണ് ഇന്നിപ്പോ വാർത്തയിൽ നിറഞ്ഞിരിക്കുന്ന ഒരുത്തൻ ആണല്ലോ. അയാള് ഷഹീദ് എന്നൊക്കെ പറയും, അവിടെ നിർത്തിയാളിയത്. ഷഹീദൊന്നല്ല, ഷഹീദല്ല. എന്താണ് ഈ പറയണത്? ആയിഷ ബീവിയെ കാഫിറത്ത് എന്ന് വിളിക്കുന്ന ടീം ഷഹീദോ? ഇസ്ലാമിൽ നിന്ന് കുഫർ വന്ന് പുറത്തുപോയ ടീമാണവർ. ഉമർ ബിൻ ഖത്താബിനെ നെഞ്ചത്ത് കത്തികുത്തി കയറ്റി അബൂ ലുഅ്ലുഅത്തുൽ മജൂസിയുടെ ഖബറിനെ ആദരിക്കുന്ന ടെഹ്റാൻ എന്ന് പറയുന്ന പട്ടണം, ഇറാനിന്റെ തലസ്ഥാന നഗരിയിൽ ഒരൊറ്റ അഹ്ലുസുന്നയുടെ പള്ളിയില്ല. പ്രിയപ്പെട്ടവരെ, ഒറ്റ അഹ്ലുസുന്നയുടെ പള്ളിയില്ല. 1970-കളിലാണ് ലക്ഷക്കണക്കിന് സുന്നികളെ അറുകൊല ചെയ്ത വ്യക്തിയാണ് ഇന്ന് കൊല്ലപ്പെട്ട ആ വ്യക്തി. നമുക്കറിയോ? ആ സുന്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സമസ്തക്കാരല്ല, അഹ്ലുസുന്നയുടെ വൃത്തത്തിന്റെ ഉള്ളിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും പണ്ഡിതന്മാർ വിളിക്കുന്ന പേരെന്താ? അങ്ങനെയുള്ള മുസ്ലിമീങ്ങളെ ലക്ഷക്കണക്കിന് കൊന്ന അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ഇപ്പൊ മരിച്ചിട്ടുള്ളത്. ഇവിടെ പാണക്കാട് തങ്ങളൊക്കെ ഷഹീദ് എന്ന് പറഞ്ഞ് വാഴ്ത്തുന്നു. അതൊക്കെ എന്ത് കുന്തറിയും ആ വിഷയത്തിൽ? ഒന്നും അറിയില്ല. സങ്കടം തോന്നി അയാളുടെ ആ ഇൽമിന്റെ ജഹാലത്ത് കണ്ട സമയത്ത്. ഇസ്രായേൽ എന്ന് പറയുന്ന പൊതുശത്രു ഇറാനിൽ ആക്രമിക്കുമ്പോ അവർ ചെയ്യുന്നത് നീതിയോ അനീതിയോ അത് വേറെ ചർച്ച. അവർ ചെയ്യുന്നത് തമ്മാടിത്താണ്, സംശയമല്ല. പക്ഷെ ഇവിടെ ഇയാൾ എന്ത് ചെയ്യണ്ട? ഷഹീദിന്റെ പദവിക്ക് ഉയർത്തണ്ട എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. പറയുന്നുണ്ടല്ലോ, ഷിയ പണ്ഡിതനായിട്ടുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ഷഹീദായി. അത് ഷഹീദല്ല, അയാൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിദ്വാന്. ഈ വിദ്വാൻ എന്ന് പറയുന്നത് അയാളൊരു അറിവില്ലാത്തൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം. താടിയും തൊപ്പിയും വെച്ചത് കൊണ്ട് അറിവുണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിദ്വാൻ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഉമർ റളിയല്ലാഹുവിനെ കൊന്ന വ്യക്തിയുടെ ഖബർ കിടക്കുന്നത് ഇറാനിലാണ്. ആ ഇറാനിൽ മഖബറയൊക്കെ ഉണ്ടാക്കിയിട്ട് ആരാധിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പ്രവാചക കുടുംബത്തെ ഒന്നടങ്കം കൊല ചെയ്ത അല്ലെങ്കിൽ നരനായായിട്ട് നടത്തിയ ഈ സിയാദിന്റെ പിന്തലമുറക്കാരനല്ലേ താങ്കൾ? നിങ്ങൾ പറയുന്ന ആ ഒരു സുന്നി വിഭാഗം, സുന്നികൾ അങ്ങനെയല്ല, പക്ഷെ നിങ്ങൾ പറയുന്ന സുന്നി, ഈ സലഫികള് എന്നും അമേരിക്കയോടും ഇസ്രയേലിനോടും വിധേയത്വത്തോടു കൂടി സമീപിക്കുന്ന, വിധേയത്വത്തോടു കൂടി നിലനിൽക്കുന്ന ഒരു വിഭാഗമാണ് നിങ്ങളെ പോലെയുള്ള ആളുകൾ. പ്രത്യേകിച്ചും ഗൾഫ് കൺട്രിയിലുള്ള എല്ലാ മതപണ്ഡിതന്മാരും, ഞാൻ എല്ലാവരും ഞാൻ പറയുന്നില്ല, ഏകദേശം കുറേയൊക്കെ ആളുകൾ നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമീപനങ്ങളാണ്. തങ്ങൾ അദ്ദേഹത്തെ ഷഹീദ് എന്ന് വിശേഷിപ്പിച്ചു. അദ്ദേഹം ഷഹീദാണ്, അദ്ദേഹത്തിന് അറിവുണ്ട്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് അറിവില്ല എന്ന്. അദ്ദേഹത്തിനാണ് അറിവ്, നിങ്ങൾക്കാണ് അറിവില്ലായ്മ. യസീദിന്റെയും ബിൻ സിയാദിന്റെയും പിൻഗാമികളായി നിങ്ങൾ ഈ പറയുന്ന ആളുകള്. പക്ഷെ അതിനെതിരെ നിന്നവരാണ് ഇന്നത്തെ ഷിയ വിഭാഗം. അലി റളിയല്ലാഹുവിന്റെ കൂടെ നിൽക്കുകയും അഹ്ലു ബൈത്തിനെ സംരക്ഷിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്തവരാണ് ഷിയാക്കള്. പിന്നീട് അവരുടെ വിശ്വാസങ്ങളിൽ ചില മാറ്റങ്ങളും ചില വ്യതിയാനങ്ങളും വന്നിട്ടുണ്ടെങ്കിലും അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരമുള്ളത്? നിങ്ങൾ പറയുന്നു ഈ ആയിഷ റളിയല്ലാഹുവിനെ കാഫിറാക്കി അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹുവിനെ നിന്ദിച്ചവരാണ് അവർ. ഈ ജമൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചരിത്രം നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, തെറ്റിദ്ധാരണ മുകളിൽ നടന്ന ഒരു സംഘടനമാണ് എന്ന്. പിന്നീട് അത് തിരുത്തപ്പെട്ടിട്ടുണ്ട്. സാഹചര്യം യുദ്ധവേളകളിലും അതിനു മുമ്പൊക്കെ നടന്നിട്ടുണ്ട്. അലി റളിയല്ലാഹുവിനെതിരെ ഉമവിയാക്കള് രംഗത്ത് വന്നതും, അതേപോലെ തന്നെ അലി റളിയല്ലാഹുവിനും സംഘവും ഈ ഉമവിയാക്കളുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹുവിനെ തെറ്റിദ്ധരിപ്പിച്ച മുആവിയ റളിയല്ലാഹു തആല അൻഹു ഒക്കെ അതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് അവരുടെ പിന്തലമുറക്കാരായ യസീദികളെ പിന്തുടർന്ന ആളുകളാണ് ഇന്നത്തെ സലഫികൾ എന്ന് പറയേണ്ടി വരും. അതാണ് അതിന്റെ യഥാർത്ഥം.